إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതൊരു മനുഷ്യന് ആചരിക്കേണ്ടതും അവന്റെ ജീവിതത്തിൽ അവൻ ഉൾക്കൊള്ളേണ്ടതുമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യത്തെ തൊട്ടും വിരോധിക്കാതെ വിട്ടുപോയിട്ടില്ല എന്നത് സത്യമാണ്. ഇവിടെയാണ് ഓരോ മാസങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകമായ മാസങ്ങളുണ്ട്, പ്രത്യേകതകൾ പഠിപ്പിക്കപ്പെടാത്ത മാസങ്ങളുണ്ട്. ഇന്ന് റബീഉൽ അവ്വൽ 1 റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും പ്രമാണങ്ങളിൽ അതിന് പ്രത്യേക പോരിശയോ പ്രത്യേക ഫളോ പ്രത്യേക ഏതെങ്കിലും തരത്തിലുള്ള ശ്രേഷ്ഠതയോ പഠിപ്പിച്ചതായി കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ പല നിലക്കുള്ള പ്രത്യേകതകളും പ്രത്യേക ആരാധനകളും പ്രത്യേക ആഘോഷങ്ങളും
ഇസ്ലാമിന്റെ പേരിൽ പിന്നീട് കടന്നു വന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. ഇത് നമ്മൾ കൃത്യമായി ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഏതെങ്കിലും നിലക്ക് ഒരു മിഠായി കൊടുക്കുന്നതിനോ ഒരു ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതിനോ അതല്ലെങ്കിൽ കുട്ടികളുടെ കലാപരിപാടികൾ നടത്തുന്നതിനോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ മുമ്പിൽ വെച്ച് വലിയ ഗൗരവമുള്ള വിഷയത്തെ മറപിടിക്കാൻ സമൂഹം ശ്രമിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് റബീഉൽ അവ്വൽ മാസവുമായി ഈ നാട്ടിൽ നമ്മുടെ നാടുകളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ശരിക്കും പഠിക്കണം. ഇന്നലെ റബീഉൽ അവ്വൽ 1 എന്ന് നിലാവ് കണ്ടു എന്നറിഞ്ഞപ്പോൾ തക്ബീർ ചൊല്ലിയ പല പള്ളികളുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ തക്ബീർ എപ്പോഴാണ് നമ്മൾ ചൊല്ലാറ്? 2 പെരുന്നാളുകളുടെ സുദിനത്തിൽ ആ പെരുന്നാളിന്റെ അറിവ് വന്നെത്തുമ്പോഴാണ് നമ്മൾ തക്ബീർ ചൊല്ലാറ്. നമ്മളെന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടത്തെ സ്വഹാബത്തും അവിടുന്ന് ദീൻ പഠിച്ച താബിഈങ്ങളും ഇമാമീങ്ങളും ഒക്കെ പഠിപ്പിച്ച ഒരു താഴ്വഴി എന്ന് പറയുന്നത് തക്ബീറുകൾ ചൊല്ലേണ്ടതും ഉയർത്തേണ്ടതും ഈ നിലക്ക് പെരുന്നാളിന്റെ സുദിനങ്ങളിൽ എന്നതാണെങ്കിൽ ഇന്ന് റബീഉൽ അവ്വലിന്റെ പിറവിയോടനുബന്ധിച്ച് തക്ബീറുകൾ പള്ളികളിൽ നിന്ന് ചൊല്ലുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം റബീഉൽ അവ്വൽ എന്ന മാസത്തെ ആളുകൾക്കിടയിൽ തെറ്റായി ചിത്രീകരിക്കപ്പെട്ടു എന്നത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്നാമതായി പഠിക്കേണ്ടത് അല്ലാഹു ശ്രേഷ്ഠത നൽകാത്തതിന് ഒരു നിലക്കും നമുക്ക് ശ്രേഷ്ഠത നൽകാൻ സാധ്യമല്ല എന്നതാണ്. റബീഉൽ അവ്വൽ മാസം പിറന്നു കഴിയുമ്പോ പലപ്പോഴും നാടുകളിലും അങ്ങാടികളിലും ഒക്കെ പുണ്യ റബീഅ് എന്ന് തന്നെയാണ് ഫ്ലക്സുകളിൽ സ്ഥാനം പിടിക്കാറ്. പുണ്യ റബീഅ് എന്താണ് പുണ്യമെന്ന് പറഞ്ഞാൽ? പ്രതിഫലമുള്ള, ശ്രേഷ്ഠതയുള്ള, കൂലിയുള്ള എന്തോ ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്ന രൂപത്തിൽ അതിനെ ചിത്രീകരിക്കുന്നു. ഇതൊരു പ്രത്യേക ഏർപ്പാട് ഈ ഒരു സമയത്ത് നമ്മൾ കണ്ടു. ഇന്ന് അങ്ങാടികളിലുമൊക്കെ ചെറിയ സ്റ്റേജുകൾ കെട്ടി അവിടെ റബീഇന്റെ മിഠായി മധുര പലഹാര വിതരണങ്ങൾ നടന്നത് ഇന്നത്തെ രാവിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു. സഹോദരങ്ങളെ, ഓരോ വർഷം കഴിയും തോറും പുതിയ പുതിയ സംവിധാനങ്ങളും പുതിയ രീതികളും ദീനിന്റെ പേരിൽ കൊണ്ടുവരുമ്പോ വിശ്വാസികളെ, ഈമാനുള്ളവരെ, ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കണമെന്ന് അതേ അതിയായി ആഗ്രഹിക്കുന്നവരെ, നമുക്ക് വേണ്ടത് പ്രമാണങ്ങളിലൂടെയുള്ള ആഘോഷങ്ങളാണ്. നമുക്ക് വേണ്ടത് അല്ല പഠിപ്പിച്ച, അവിടുത്തെ റസൂലിലൂടെ പഠിപ്പിച്ച, അവിടുത്തെ സ്വഹാബത്ത് മാതൃക കാണിച്ച ആചാര അനുഷ്ഠാനങ്ങളാണ് നാം മുറുകെ പിടിക്കേണ്ടത്. ഇവിടെയാണ് റബീഉൽ അവ്വലിനെ കുറിച്ച് ഒരു പരാമർശവും പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ വന്നിട്ടില്ല. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ആ മാസങ്ങളെ, 4 മാസങ്ങളെ പവിത്രമായി പഠിപ്പിക്കുമ്പോ ആ മാസങ്ങളിൽ ഒന്നും തന്നെ അവിടെ റബീഉൽ അവ്വൽ കടന്നു വന്നിട്ടില്ല. 4 മാസങ്ങളാണ് പവിത്രമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ഖുർആനിലൂടെ എണ്ണി പഠിപ്പിച്ചത്. ഏതൊക്കെയാണ് ആ മാസങ്ങൾ എന്ന് പറയുന്നത്? ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും റജബും. ഈ 4 മാസങ്ങളാണ് പ്രത്യേകമായ പുണ്യമായി പഠിപ്പിക്കപ്പെട്ട മാസങ്ങൾ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരോട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് ചോദ്യം? റബീഉൽ അവ്വൽ മാസത്തിന് ശ്രേഷ്ഠതയുള്ളതായി പറയുന്ന വല്ല ഹദീസുമുണ്ടോ എന്ന് പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോ അവര് പറയുന്ന കാര്യം എന്താണ്? പവിത്രമാക്കപ്പെട്ട മാസങ്ങളും ഹജ്ജിന്റെ മാസങ്ങളും റമളാനുമാണ്. അങ്ങനെയുള്ള മാസങ്ങൾ റബീഉൽ അവ്വലിലോ
റബീഉൽ ആഖിറിലോ ജുമാദുൽ ഊലയിലോ അതല്ലെങ്കിൽ ജുമാദുൽ ഉഖ്റയിലോ പ്രത്യേകമായ ഇബാദത്തുകൾ ഒന്നുമില്ല. ബിദ്അത്തുകൾ നടക്കുന്ന സമയമാണ് റബീഉൽ അവ്വൽ. ബിദ്അത്തായ മൗലിദ് ആഘോഷമുള്ളത് ആ മാസത്തിലാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഒന്നാമത് പഠിക്കേണ്ടത് അതിന് പ്രത്യേകമായ പോരിശ ഖുർആനിലില്ല, സുന്നത്തിലില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല എന്ന കൃത്യമായ ബോധം ഒന്നാമതായി നമുക്ക് വേണം. രണ്ടാമത്തെ കാര്യം എന്താണ്? അല്ലാഹു പുണ്യമാക്കാത്തതിനെ പുണ്യമാക്കുകയും അല്ലാഹു പവിത്രമാക്കിയതിനെ നെഹ്സിന്റെ മാസമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് കുഫ്റിന്റെ ഏർപ്പാടാണ് എന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. എന്താണ് കാരണം? അതിനെ പറയുന്ന കാര്യം അതേ നസീ എന്നാണ്. നസീ എന്നാൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്, ഇന്നമൻ നസീഉ സിയാദതൻ ഫിൽ കുഫ്രി യുദല്ലു ബിഹിൽ ലദീന കഫറു യുഹില്ലൂനഹാ ആമൻ വ യുഹജ്ജിമൂനഹു ആമൻ ലിയുവാത്തിഉ ഇദ്ദത മാ ഹറമല്ലാഹ് ഫയുഹില്ലു മാ ഹറമല്ലാഹ്. അല്ലാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കുകയും അല്ലാഹ് ഹലാലാക്കിയതിനെ ഹറാമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. എന്തായിരുന്നു അവരുടെ നിലപാട്? എന്തായിരുന്നു? അതേ പവിത്രമായ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധം പാടില്ലാത്ത മാസങ്ങളായിരുന്നു. അപ്പോൾ ശത്രുക്കളായ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ യുദ്ധത്തെ ക്രമീകരിക്കുമ്പോൾ അവരുടെ ആ പ്ലാനിങ്ങിൽ മഹത്തരമായി ശ്രേഷ്ഠമായി അറിയപ്പെട്ട ദിവസങ്ങളിലേക്ക് ആ ദിനങ്ങൾ കടന്നു വരുമ്പോ അവരെന്ത് ചെയ്യും? ഈ ശ്രേഷ്ഠമായ ദിവസങ്ങളെ ഒന്നുകൂടി പിന്നിലേക്ക് വലിച്ച് ആ ഹറാമാക്കപ്പെട്ട സമയങ്ങൾ എന്ന് പറഞ്ഞ സമയങ്ങളിൽ യുദ്ധം ചെയ്യുകയും ഹറാമില്ല എന്ന് പറഞ്ഞ സമയങ്ങളെ യുദ്ധത്തിന് ഹറാമാക്കുകയും ചെയ്യുന്നൊരു ഏർപ്പാട് ആർക്കുണ്ടായിരുന്നു? അന്ന് കാലഘട്ടത്തിലെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് ഇല്ലാത്ത പോരിശ അതേ റബീഉൽ അവ്വൽ മാസത്തിന് കൊടുക്കുമ്പോ അത് ഈ പരാമർശിക്കപ്പെട്ട നസീ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? റബീഉൽ അവ്വൽ മാസവുമായി മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ഇബാദത്തുകൾ അനുഷ്ഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. അല്ലേ? പൊതു മുസ്ലിം എന്നറിയപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേക പരിപാടികൾ ഇതാ തുടർന്നു കൊണ്ടിരിക്കുന്നു. പള്ളികളിൽ മങ്കൂസിന്റെ മൗലീദുകൾ ഇന്നലത്തെ രാത്രി മുതൽ കേട്ടു തുടങ്ങി എന്നത് ഒരു സത്യമല്ലേ? ഇന്ന് മഗ്രിബിനും ഇശാഇനും പള്ളികളിൽ അതിങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നു എന്നത് പോരിശ കണക്കാക്കി പ്രത്യേക പുണ്യം കണക്കാക്കി റബീഉൽ അവ്വലിൽ ഒരു പ്രത്യേക ആചാരങ്ങളെ കൊണ്ടുവരാൻ ആരാ പഠിപ്പിച്ചത്? മുസ്ലിമേ, കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടായതല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് പ്രത്യേകമായി ഉണ്ടാക്കേണ്ടതല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായി ആവിഷ്കരിച്ച് കണ്ടെത്തി ഉണ്ടാക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുള്ള ഒരു കാര്യമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അന്ന് പൂർത്തീകരിച്ച മതത്തിലേക്ക് ഏതൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുവന്നാലും അതൊക്കെ മാറ്റിവെക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതേ, ആ പ്രവാചകൻ അറിയാത്ത ഒരു നന്മയില്ല, ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നന്മയില്ല, ആ പ്രവാചകൻ വിരോധിക്കാത്ത ഒരു വിരോധനമില്ല എന്ന് പഠിക്കുന്നിടത്തേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. സഹോദരങ്ങളെ, റമദാനിലെ പോലെ ദുൽഹിജ്ജ മാസങ്ങളിലൊക്കെ പ്രത്യേക ഇബാദത്തുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പ്രത്യേക ആരാധനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാലോ റബീഉൽ അവ്വൽ 12-ന്റെ ദിനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പണ്ഡിതന്മാർ പോലും ഏകോപിക്കാത്ത വിഷയത്തിൽ, പണ്ഡിതന്മാർക്ക് പോലും ഏകോപനമില്ല ആ വിഷയത്തിൽ. റബീഉൽ അവ്വൽ 12-നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനമെന്ന് പൂർണ്ണമായി ഉറപ്പിച്ച് അതേ ഇജ്മാഅോടുകൂടി
ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. അതെ, അതുമുണ്ട്, റമദാനിലാണെന്നുണ്ട്, വ്യത്യസ്തങ്ങളായ മാസങ്ങൾ അവർ എണ്ണി പറയുന്നുണ്ട്. എന്നാലോ അവരൊക്കെ ഏകോപിച്ച കാര്യം വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത് അത് റബീഉൽ അവ്വൽ 12 എന്നുള്ളതിൽ ഒരു പണ്ഡിതന്മാർക്കും എതിരഭിപ്രായങ്ങളില്ല, ഒരു പണ്ഡിതനും എതിരഭിപ്രായമില്ല. അത് കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12-ന് പ്രത്യേകമായ ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല. അതെ, എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെയധികം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ജന്മദിനത്തോടനുബന്ധിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകം പുണ്യം കൽപ്പിച്ച് ചെയ്യുന്ന ഇബാദത്തുകൾ യഥാർത്ഥത്തിൽ ബിദ്അത്തുകളാണ്. കൂലിയല്ല കിട്ടുന്നത്. അന്ന് റാലിക്ക് മിഠായി കൊടുത്താൽ കൂലി കിട്ടില്ല, ശിക്ഷ കിട്ടും, യാതൊരു സംശയവുമില്ല. അന്ന് റാലിയുടെ കൂടെ സഞ്ചരിച്ചാൽ കൂലി കിട്ടില്ല, ശിക്ഷയാണ് ലഭിക്കുന്നത്. എന്തേ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്താക്കി പഠിപ്പിക്കാത്തൊരു കാര്യത്തെ ഇബാദത്താക്കി ചിത്രീകരിച്ച് പുണ്യം പറഞ്ഞ് വണ്ണം പറഞ്ഞ് അതിന് കൂലിയുണ്ടെന്ന് പറഞ്ഞ് ഇത് ഇസ്ലാം ദീനിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. അത് വലിയ അപകടമുള്ള കാര്യമാണ്. അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. എല്ലാ മിമ്പറുകളിലും ഇന്നത്തെ വെള്ളിയാഴ്ച പറഞ്ഞ വിഷയമുണ്ടല്ലോ, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എന്ന് അതൊരു കൗതുകത്തിന് വേണ്ടി പറയുന്ന വാചകമല്ല. ബിദ്അത്തിന്റെ ഗൗരവത്തെ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കാനും അറിയിക്കാനും ആവർത്തിച്ച ഖുത്ബകളിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ ശൈലിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ എടുത്തിട്ടുള്ളതെങ്കിൽ സഹോദരങ്ങളെ പേടിക്കേണ്ടതുണ്ട്. റബീഉൽ അവ്വലിന്റെ ദിനങ്ങളിൽ പ്രത്യേകമായ പലതും നടക്കുന്നു. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്ന കാര്യമാണ്. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ആരെങ്കിലും ഒരു അമൽ ചെയ്തു, റബീഉൽ അവ്വൽ മാസത്തിൽ 12-ന് നബിദിനം എന്ന ആഘോഷം ആരെങ്കിലും ചെയ്തു, എന്നാലോ നാം കൽപ്പിക്കാത്ത ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യമാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടില്ല. അവിടെ നീ എത്ര വർഷം ജീവിച്ചു? 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി, 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. 23 വർഷം ഈ ദുനിയാവിൽ റബീഉൽ അവ്വലിൽ പ്രവാചകനായി ആ മുത്തു നേതാവ് ജീവിച്ചിട്ട് 23 റബീഉൽ അവ്വലുകൾ കടന്നുപോയിട്ട് ഒരു റബീഉൽ അവ്വലിൽ സ്വഹാബ, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണട്ടോ സ്വഹാബ, ഈത്തപ്പഴങ്ങൾ കൊണ്ട് മദീനയെ പുളകിതം കൊള്ളിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. അതേ, പ്രവാചകന് പരിചയമില്ല ഈ ഏർപ്പാട്, അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടില്ല ഈ ഏർപ്പാട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകത ഒന്നും കൽപ്പിച്ചിട്ടില്ല റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു നിസ്സാരമായ വിഷയമല്ല, ഗൗരവമില്ലാത്ത വിഷയമല്ല. അതെ, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, നമ്മൾ എന്തിനാണ് അതൊക്കെ നോക്കുന്നത് എന്ന് ചിത്രീകരിക്കുന്ന, എന്ന് ലാളിത്തം കാണിക്കുന്ന ഒരു രൂപമല്ല, മറിച്ച് അതിനോടൊരു ഗൗരവം ഉണ്ടായിരിക്കണം. പാടില്ല എന്ന് കൃത്യമായി ബോധ്യം ആദ്യം ഉണ്ടാക്കണം, എന്നിട്ട് സമൂഹത്തെ പഠിപ്പിക്കണം. പ്രവാചകൻ ചെയ്തിട്ടില്ല. ആരോട് ചോദിച്ചാലും, നിങ്ങൾ ആരോട് എത്ര വലിയ ആളുകളോട് ചോദിച്ചാലും അവരൊക്കെ പറയും ഇല്ല, അല്ലാഹുവിന്റെ റസൂല് റബീഉൽ അവ്വൽ 12-ന് നബിദിനം എന്ന ആഘോഷം ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ നടത്തിയിട്ടില്ല. അടുത്ത ചോദ്യം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല, എന്നാലോ അല്ലാഹുവിന്റെ റസൂലിനെ അത്രയധികം സ്നേഹിച്ച അബൂബക്കറോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, നബിദിനം ആഘോഷിച്ചിട്ടില്ല, നബിദിനത്തിന്റെ പേരിൽ ഒരു ഏർപ്പാട് നടത്തിയിട്ടില്ല. അവർക്കറിയില്ല ഈ ഏർപ്പാടിനെ കുറിച്ച്. ഇനിയോ വാളൂരി പിടിച്ച് പ്രവാചകൻ വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടോ? ചോദിച്ചു നോക്ക്. ഇല്ല, അവിടത്തേക്ക് പരിചയമില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദുന്നൂറൈൻ എന്നറിയപ്പെടുന്ന 2 പ്രകാശത്തിന്റെ ഉടമ, പ്രവാചകന്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്ത മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് പരിചയമില്ല. ഇനിയോ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു നാലാമത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിന് പരിചയമുണ്ടോ? ഈ ഏർപ്പാട് അദ്ദേഹത്തിന് അറിയോ? ഇല്ല. പോട്ടെ, ഏതെങ്കിലും ഇമാമിങ്ങൾക്കറിയോ? ഇമാം ശാഫിഈ അദ്ദേഹത്തിന് അറിയോ? ഇമാം നബവിക്ക് അറിയോ? അബൂ ഹനീഫക്ക് അറിയോ? മാലിക്കിന് അറിയോ? അതേ സഹോദരങ്ങളെ ചോദിക്കണം. ഇവിടെ ആരെങ്കിലും ആ നിലക്ക് അതിനെ അനുകൂലിക്കുന്ന അതൊക്കെ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത്ര വരുന്ന ഇമാമിങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത ഈ ഏർപ്പാട് പുതിയതല്ലെങ്കിൽ പിന്നെ ഏതിനെയാ പുതിയതെന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തിന് പറ്റുക? ഏത് കാര്യത്തെയാണ് ബിദ്അത്ത് എന്ന പേരിട്ട് വിളിക്കാൻ പറ്റുക? ചിന്തിക്കണ്ടേ? ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു പഠിപ്പിക്കാത്തൊരു കാര്യത്തെ അവന്റെ ദീനിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അത് ദീനാണെന്ന് പറയുമ്പോ റബ്ബിന്റെ പേരിൽ ഇല്ലാത്തത് വാദിക്കലല്ലേ? റബ്ബിന്റെ പേരിൽ ഇല്ലാത്തത് പറയലല്ലേ? പാടില്ല സഹോദരങ്ങളെ, ഗൗരവമാണ്. വാപ്പാനെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കാത്ത നമുക്ക് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ പറ്റും? അവിടുത്തെ പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമിച്ചാൽ എങ്ങനെ സഹിക്കാൻ പറ്റും? സഹോദരങ്ങളെ, വാപ്പയേക്കാൾ ഇഷ്ടപ്പെടണേ പ്രവാചകനെ. ആരും മുഅ്മിനാകില്ല, നിങ്ങൾ ആരും ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ആ ഹബീബിനെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനീങ്ങളാകില്ല എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കാത്തത് ജീവിതത്തിൽ പകർത്തി സ്വീകരിച്ചിട്ടല്ല ആ പ്രവാചകനോടുള്ള സ്നേഹം പുലർത്തേണ്ടത്. ആ പ്രവാചകൻ പഠിപ്പിച്ചതിനെ അനുധാവനം ചെയ്ത് ചാണിന് ചാണായും മുടത്തിന് മുടമായും സ്വീകരിച്ചുകൊണ്ടാണ് ആ പ്രവാചകനോടുള്ള ആ സ്നേഹത്തെ നിലനിർത്തേണ്ടത് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നെന്താണ് റബീഉൽ അവ്വൽ 12 നടക്കുന്നത്? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. പെരുന്നാൾ വരുമ്പോ നമ്മൾ കുളിക്കാറുണ്ട്, പെരുന്നാൾ വരുമ്പോ രാവിലെ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ട്. ഇന്ന് റബീഉൽ അവ്വലിന്റെ പേരിൽ ഇതാ രാവിലെ ചെന്ന് പള്ളികളിൽ പ്രത്യേക മൗലീദ് ആഘോഷങ്ങളും അതല്ലെങ്കിൽ മൗലീദ് പാരായണങ്ങളും അതുപോലെ കൊടിയുയർത്തലും പ്രത്യേകമായ ജാഥയും ഒക്കെയായിക്കൊണ്ട് പല ഏർപ്പാടുകളും നടത്തുമ്പോ സഹോദരങ്ങളെ, അവിടെ നമ്മൾ ചിന്തിക്കണം, ഇസ്ലാമിലില്ലാത്ത കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മൻ ഹബ്ബ സുന്നതി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ് എന്ന് പഠിപ്പിക്കുകയാണ് ആ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ, നബിദിനം ആഘോഷിക്കാത്തവർ സ്വർഗ്ഗത്തിൽ പോകില്ല എന്നുവരെ സാധാരണ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. എങ്കിൽ അറിയണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിനു മുമ്പ് മുഹമ്മദ് നബി പോലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ് ഈ നിലക്കുള്ള വാചകങ്ങളിലൂടെ അറിയാതെ ഗൗരവമുള്ള വിഷയങ്ങൾ പറഞ്ഞു കൂട്ടുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, മുഹമ്മദ് നബി ഇല്ല, ഉമർ റളിയല്ലാഹു ഇല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇല്ല, അലി ഇബ്നു അബി ത്വാലിബ് ഇല്ല. അതേ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരൊന്നും ഇല്ലാത്ത ആ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളുമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. സഹോദരങ്ങളെ, അവർക്ക് സ്വർഗ്ഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സ്വർഗ്ഗമുള്ളത്? അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ്? റളിയല്ലാഹു അൻഹും വറദു അൻ എന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ ആ ഉത്തമ തലമുറയിലെ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള ആ സമൂഹം അവർ സ്വർഗ്ഗത്തിൽ പോയില്ലെങ്കിൽ, അത് നബിദിനം ആഘോഷിക്കാത്തതിന്റെ പേരിൽ അവരാരും സ്വർഗ്ഗത്തിൽ പോകില്ല എന്നാണ് പറയുന്നതെങ്കിൽ അവരൊക്കെ സ്വർഗ്ഗത്തിൽ പോകില്ല എന്ന ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റണം സഹോദരങ്ങളെ. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസവുമായി പല നിലക്കുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല, നമുക്കത് പാടില്ല. അല്ലാഹ് പറഞ്ഞില്ലേ, ഫലാ വറബ്ബിക ലാ യുഹ്മിനൂൻ, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. നബിയെ, താങ്കൾ പറയണം, ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഒരു വിഷയം ഉണ്ടായിട്ട് നബിയെ താങ്കൾ അവരിൽ ഒരു വിധി കൽപ്പിച്ചിട്ട് ആ വിധിയിൽ സുമ്മ ലാ യജിദു ഫി അൻഫുസിഹിം ഹറജ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ, അവർക്ക് ആ വിധിയിൽ സമാധാനവും അതുപോലെ തന്നെ ആ വിധി അനുസരിക്കുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളാകില്ല പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റണം. ആ പിൻപറ്റുമ്പോൾ മാത്രമാണ് ഒരാൾ വിശ്വാസിയാകുന്നത് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചിന്തിക്കണം, അതെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതെന്തോ അതാണ് ദീൻ എന്ന് പറയുന്നത്. ആ പ്രവാചകൻ കാണിക്കാത്തതൊന്നും ദീനല്ല എന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ആഘോഷങ്ങൾ, നബിദിനമാകട്ടെ അതല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ജന്മദിന ആഘോഷങ്ങളാകട്ടെ, ഇതെവിടെ നിന്ന് വന്ന രൂപമാണ്, ഇതെവിടെ നിന്നുണ്ടായതാണ് സഹോദരങ്ങളെ. അതേ പല മാസികകളിലും എഴുതി വെക്കുന്ന കാര്യം കാണാം. ചില മതങ്ങൾ മതസ്ഥാപകരുടെയും മറ്റും ജന്മദിനം ആഘോഷിച്ചു വരുന്നു. ബുദ്ധമത വിശ്വാസികൾ ബുദ്ധന്റെ ജന്മദിനം ഒരു പ്രധാന ആഘോഷമായി കാണുന്നു. ക്രിസ്തുവിന്റെ ജന്മദിനം, ക്രിസ്മസും ലോകം മുഴുവൻ കൊണ്ടാടപ്പെടുന്നു. ഒരു നാനാക്കിന്റെ ജനിച്ച ദിവസം സിഖുകാരും ആഘോഷിക്കുന്നു. മുസ്ലിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ലോകമെങ്ങും സമുചിതമായി ആഘോഷിക്കുന്നു. അപ്പോ ക്രിസ്ത്യാനികൾക്ക് ജന്മദിനുണ്ട്, സിഖുകാർക്ക് ജന്മദിനുണ്ട്, അല്ലെങ്കിൽ അവർക്കുണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരെണ്ണം എന്ന രൂപത്തിൽ, അല്ലെ, ആ രൂപത്തിലാണ് പലപ്പോഴും ഇതൊക്കെ ഉണ്ടായത് എന്നത് യാതൊരു സംശയമില്ല. ഇത് ആരുടെ ചര്യയാണ്? ക്രൈസ്തവരുടെ ചര്യയാണ്. ഇത് ആരുടെ ചര്യയാണ്? മറ്റുള്ള മതസ്ഥരുടെ ചര്യയാണ്. ആ ചര്യയെ ഈ ഉമ്മത്ത് ചാണിനും ചാണായും മുഴത്തിനും മുഴമായും പിൻപറ്റുമെന്ന് പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെ നിന്ന് പറഞ്ഞ കാര്യം എന്താണ്? ലതത്തബഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ശിബ്റാ വദിറാഅൻ ബിദിറാഅ ഹത്താ ലൗ ദഖലു ജുഹറ ദബ്ബിൻ തബിഅതുമൂഹു. അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും കഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റും. ഹത്താ ലൗ ദഖലു ജുഹറ ദബ്ബിൻ, ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവരിങ്ങനെ പോയാൽ ആ മാളത്തിലേക്ക് നിങ്ങളും പ്രവേശിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രമേൽ അവിടെ നിന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാഹ് മൻഹും, അവരാരാണ്? അല്ലെങ്കിൽ അൽ യഹൂദു വൻ നസ്വാറ, യഹൂദികളും നസ്രാനികളുമല്ലേ പ്രവാചകരെ കഴിഞ്ഞുപോയ സമൂഹം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി, ഫമൻ, അവരല്ലാതെ പിന്നെ ആരാ സ്വഹാബ, അവരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, യാതൊരു സംശയവുമില്ല മറ്റു ഇതര മതസ്ഥർ കാണിക്കുന്ന കാട്ടായങ്ങളെ. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോ അവിടെ ഇങ്ങനെ പറയാ, എന്താണ്, ഹിന്ദുക്കൾ രാമായണം വായിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ, അതല്ലെങ്കിൽ മറ്റു പലതും വായിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾക്കൊന്നുമില്ല. അപ്പൊ തുടങ്ങിയതാണ് ഈ മൗലീദ് ഉണ്ടാക്കല്. അങ്ങനെയാണ് എന്തുണ്ടായത്? പല മൗലീദുകളും ഉണ്ടായി തുടങ്ങിയത്. അവർക്ക് വായിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതിന്റെ പേരിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നാൽ ആ സമൂഹത്തിന് ഖുർആനിന്റെ ഒരു പരിഭാഷ കൊടുത്തിട്ട് അതൊന്ന് വായിപ്പിക്കാൻ പറയുന്നതിലുപരി അതിന് പുതിയൊരു കിതാബ് ഉണ്ടാക്കി, അതിനൊരു പുണ്യം കൽപ്പിച്ചു, അതിനൊരു വണ്ണം കൽപ്പിച്ചു, എന്നിട്ട് അത് സമൂഹത്തെ പിഴപ്പിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നു എന്നതാണ് സമൂഹത്തിലേക്ക് ചെയ്ത പലരും ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻ, ആരെങ്കിലും ഒരു ജനതയെ അനുകരിച്ചാൽ അവൻ അവരിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ വിഷയമല്ല സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. അള്ളാന്റെ ചോദ്യം എന്താണെന്നറിയോ? ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അല്ലാഹുവിനെ അവന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിക്കുകയാണോ? അള്ളാന്റെ ചോദ്യമാണ്. എന്താണ്? അള്ളാഹ് പഠിപ്പിക്കാത്ത, അവിടുത്തെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളെ ദീനിൽ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ദീനാണെന്ന് പറയുമ്പോ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നത് ഇതൊക്കെ ദീനാണ്. അള്ളാന്റെ ചോദ്യം എന്താ? അള്ളാഹ് ദീനാക്കാത്തതൊക്കെ നിങ്ങൾ അള്ളാഹ്ക്ക് ദീനാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണോ എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അത് ഗൗരവപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും സഹോദരങ്ങളെ, ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഗൗരവമുള്ള വിഷയം എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ മാസത്തില് ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ് ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത്? പലരോടും ചോദിക്കാൻ, നബിദിനത്തിന് തെളിവെന്തെങ്കിലും ഉണ്ടോ ഖുർആനില്? ആ ഖുർആനിൽ തെളിവില്ലാതെ ഖുർആനിലുണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. ഖുർആനിൽ തെളിവുണ്ട് എന്നാണ് പലരും ആ ആയത്തോതിക്കൊണ്ട് പറയാറ്. എന്നാൽ അവിടെ ഫദ്ല് അല്ലെങ്കിൽ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ആരാണ്? അത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. കാരണം അതിനു മുമ്പ് പറഞ്ഞതൊക്കെ ഖുർആനിനെ പറ്റിയാണ്, എന്നിട്ട് വീണ്ടും ആവർത്തിച്ചത് ഖുർആനാണ് എന്നതാണ് ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നത്. എന്നാലോ ഇനി അവർ പറയുന്ന ന്യായീകരണത്തിന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞത് വെച്ച് നമുക്കത് പ്രവാചകനാണെന്ന് അംഗീകരിച്ചാൽ പോലും നമ്മൾ അറിയേണ്ടത് ഇത് ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം ആർക്ക ഊതി കൊടുത്തേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ആയത്ത് ഇത് ഇന്നിറങ്ങിയ ആയത്തല്ലല്ലോ, ആണോ? അല്ല. ഇന്നലെ ഇറങ്ങിയ ആയത്തല്ലല്ലോ, അല്ല. അള്ളാഹുവിന്റെ റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാം
അവിടുന്ന് ആദ്യമായി ഓതിക്കൊടുത്ത് പിന്നീട് പ്രവാചകൻ സ്വഹാബത്തിന് ഓതിക്കൊടുത്ത ആയത്താണ്. ഈ ആയത്തിൽ ഒരു കൽപ്പനയുണ്ടായിട്ട് എന്തേ അള്ളാന്റെ റസൂൽ അത് അനുവർത്തിച്ചില്ല? സ്വഹാബത്തിനോട് എന്തേ പറഞ്ഞില്ല? സ്വഹാബ, ഈ ആയത്ത് എന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ അടുത്ത റബീഉൽ അവ്വൽ മുതൽ എന്ത് ചെയ്യണം, എന്റെ ജന്മദിനം ആഘോഷിക്കണോട്ടോ സ്വഹാബ എന്തേ അള്ളാന്റെ റസൂല് പറയാതിരുന്നേ? എന്തേ അങ്ങനെ ഉണ്ടല്ലോ ഒരു ചിന്ത, എന്തേ പറയാതിരുന്നേ? അപ്പൊ ഇത് ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, അള്ളാന്റെ റസൂലിന് അത് പിടികിട്ടിയില്ല. എത്ര ഗൗരവമുള്ള വാദമാണ് അള്ളാന്റെ റസൂലിന്റെ പേരിൽ കെട്ടിച്ചമക്കുന്നത്. സഹോദരങ്ങൾ ആലോചിക്കണ്ടേ? ഖുർആനിൽ ആയത്തുണ്ടെങ്കിൽ, ഹദീസുകളിൽ അതിന് തെളിവുണ്ടെങ്കിൽ, അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ലോകത്തിന് മാതൃകയായിട്ടുള്ള മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ. ആ പ്രവാചകന് ഇത് പരിചയം പോലുമില്ല, സ്വഹാബത്തിന് ഇത് അറിയുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, റബീഉൽ അവ്വൽ മാസത്തിലെങ്ങാനും അള്ളാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുക്കൂലട്ടോ, ജീവൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഏതെങ്കിലും പള്ളി ചെന്നപ്പോ കുറെ ബൾബൊക്കെ കത്തുണ്ട്, ബൾബൊക്കെ കത്തുണ്ട്. അപ്പൊ ചോദിച്ചു, എന്തപ്പോ ബൾബൊക്കെ പ്രത്യേകിച്ച്? അപ്പൊ പറഞ്ഞു, റബീഉൽ അവ്വൽ അല്ലേ. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞ ബൾബ് എന്താ പ്രത്യേകം? മഗ്‌രിബ് കഴിഞ്ഞപ്പോ എന്തോ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്താ പ്രത്യേക പാരായണങ്ങളൊക്കെ, എന്തപ്പോ അതറിയില്ലേ? കുറച്ചും കൂടിയൊക്കെ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആ പള്ളിയിലുള്ള ആൾക്കാർ പറയും, നീ വഹാബിയാണ് കേട്ടോ എന്ന് പറയും. കാരണം എന്താ പറയാൻ കാരണം? ഇതൊന്നും സ്വഹാബത്തിന് പരിചയമില്ലാന്ന്. അവര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും അറിയില്ല, ഈ ഇങ്ങനെയുള്ള കിതാബുകളൊന്നുമില്ല. സഹോദരങ്ങൾ, ഇനി ഈ പാടുന്ന ഗ്രന്ഥത്തിലൊക്കെ എന്താ ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഉള്ളത്? എത്ര അപകടമുള്ള വരികളാണ് ഈ പാടുന്ന ഗ്രന്ഥത്തിലൊക്കെ ഉള്ളത്. ഒന്നാമത് എന്താ, മങ്കൂസ് മൗലിദ് അപ്പൊ എല്ലാ പള്ളിയിലും തുടങ്ങിയേക്കണേ. അവിടെ അതിന്റെ തുടക്കം എങ്ങനെയാ? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറൻ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അല്ലേ? റബീഉൽ അവ്വൽ മാസമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പള്ളിയിൽ ഇങ്ങനെ പറയാ, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസത്തിൽ നേർമാർഗ പ്രവാചക ചന്ദ്രനെ ഉദിപ്പിക്കുകയും അതുപോലെ തന്നെ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി, അതുപോലെ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നബിയുടെ പ്രകാശത്തെ സൃഷ്ടിക്കുകയും അതിനെ സമ്മാഹു മുഹമ്മദ, അതിനെ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തവൻ എത്ര പരിശുദ്ധൻ. അഥവാ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്താണ്? പ്രവാചകന്റെ നൂറാണ്. ആ നൂറിന് എന്ത് ചെയ്തു? മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു. ഇത് മങ്കൂസ് മൗലിദ് കിതാബിലുള്ളതാണ്. എന്നാലോ ഹദീസിലുള്ളത് എന്താണെന്നറിയോ? ആദ്യത്തെ സൃഷ്ടിപ്പ് എന്താണ്? ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലമ. അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചത് പേനയെയാണ്. അത് ഹദീസിൽ വന്നതാണ്. മൗലൂദ് കിതാബിലോ അത് പ്രകാശാണ്. ആ പ്രകാശത്തെ സമ്മാഹു മുഹമ്മദാ, അതിന് മുഹമ്മദ് എന്ന് പേരിട്ടു. ഏതപ്പോ നമ്മൾ വിശ്വസിക്കാം? ഇന്നലെ ആരോ എഴുതിയുണ്ടാക്കിയ മങ്കൂസ് മൗലിദ് വിശ്വസിക്കണോ? വഹീന്റെ അടിസ്ഥാനത്തിൽ വന്ന ഹദീസ് വിശ്വസിക്കണോ? നമ്മൾ ചിന്തിച്ചാൽ മതി. ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഏത് വിശ്വസിക്കണം? മങ്കൂസ് മൗലിദ് വിശ്വസിക്കണോ? അതല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് വിശ്വസിക്കണോ? ഫഖാല ലഹു ഉക്തുബ്, എന്നാൽ അല്ലാഹ് പേനയോട് പറഞ്ഞു, നീ എഴുത്. പേന എഴുതി. അങ്ങനെ എഴുതിയതാണ് ഇതൊക്കെ. മഖാദീറു കുല്ല ശൈഇൻ, ഇവിടെ നടക്കുന്ന ഹത്താ തഖൂമുസ് സഅ, അന്ത്യനാൾ വരുന്നത് വരെ ഏതൊക്കെയുണ്ടോ അവിടെയൊക്കെ നടക്കുന്നത് ഒക്കെ തന്നെ ആ എഴുതിയതാണ്. മങ്കൂസ് മൗലിദ് പറയ പ്രവാചകന്റെ പ്രകാശാണ്. അതിനെന്താ തെളിവ്? ഒരു തെളിവില്ല. ഇവരുടെ ഹവ, ഇവർ പറയുന്ന ഇച്ഛകൾ, ഇവർ പറയുന്ന അവരുടെ വാക്കുകളല്ലാതെ വേറൊന്നുമില്ല. ഇനിയോ മങ്കൂസ് മൗലിദ് വരി എന്താ? യാ സയ്യിദി സാദാത്തി ജിഅ്തുക ഖാസിദാ. അല്ലെ, എന്താണ്? യാ സയ്യിദി സാദാത്തി, നബിമാരിൽ നേതാവായിട്ടുള്ളവരെ. യാ സയ്യിദി, ഈ നേതാക്കന്മാരുടെ നേതാവായ നബിയെ. ജിഅ്തുക ഖാസിദ, അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളിതാ വരുന്നു. അർജു ഹിമാക്ക, അങ്ങയെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സംരക്ഷണം, അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഫലാ തുഹയ്യിബ് മഖ്സദി, ഞങ്ങളുടെ ആ ഉദ്ദേശ ലക്ഷ്യത്തെ നിരാശപ്പെടുത്തല്ലേ. ആരോടാ? നബിയോടാ പറയണേ. നബിയോടെ പറയണേ. ഞാൻ പറഞ്ഞത് ഇന്നലെ ഊതി തുടങ്ങിയ മങ്കൂസ് മൗലിദിൽ ആരെങ്കിലും പുണ്യൊക്കെ വിചാരിച്ചിരിക്കണ്ടെങ്കിൽ, നബിയെ ഞങ്ങളുടെ പ്രയാസം 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകത്തോടൊരു ബന്ധവുമില്ല എന്നത് പ്രമാണങ്ങളാണ്. മരണപ്പെട്ടു പോയവർക്ക് ഈ ലോകത്തോട് ഇനിയൊരു ബന്ധവുമില്ല. അവരുമായിട്ടുള്ള കാര്യകാരണ ബന്ധം മുറിഞ്ഞിട്ടുണ്ട്. യാതൊരു സംശയമില്ലാതെ പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടല്ലേ ഷഹീദായവർ അള്ളാഹിനോട് ചോദിക്കണ്ടല്ലോ, അല്ലാ ഞങ്ങൾ ഒന്നും കൂടി പോകട്ടെ ദുനിയാവിലേക്ക്, എന്നിട്ട് അവരോടൊന്ന് പറയട്ടെ എന്താണ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച്. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ പറ്റൂല, ഞാൻ അവർക്ക് അറിയിച്ചു കൊടുത്തോളാം.
നിങ്ങൾക്ക് അതിലേക്കൊരു മടക്കില്ല, ഞാൻ അറിയിച്ചു കൊടുത്തോളാം. സഹോദരങ്ങളെ, എത്ര എളുപ്പാണ്. എന്നിട്ടോ നബിയേന്ന വിളിക്കണേ. നബിയേനെ വിളിച്ചാൽ അത് ശിർക്കാണ് സഹോദരങ്ങളെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കൽ അല്ലാഹു വിളിച്ചോ, അത് തൗഹീദാണ്. അല്ലാഹു എന്ന് വിളിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബദഅഹു യറാഉ ഹസനാ. ബിദ്അ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ, ഒരു പുത്തൻ ആചാരം ഉണ്ടാക്കാം, യറാഹ ഹസന, അവരൊക്കെ അതിനെ നല്ലതായിട്ടാ കാണണേ. എല്ലാവരും നല്ലതായിട്ടാ കാണണേ. ജനങ്ങളൊക്കെ പറയാം നല്ലതാണ് നല്ലതാണ് നല്ലതാണ്. പക്ഷേ പുതിയ ഏർപ്പാടാണ്. പുതിയ ഏർപ്പാടെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാന്റെ റസൂലിനെ അറിയില്ല, സ്വഹാബത്തിന് അറിയില്ല, താബിഈങ്ങൾക്ക് അറിയില്ല, ഇമാമിങ്ങൾക്ക്. ഇതൊക്കെ പുതിയ ഏർപ്പാടാണ്. ഈ പുതിയ ഏർപ്പാട് ഇവർ തുടങ്ങിയത് എല്ലാവരും അതിന് നന്മയായി കണക്കാക്കിയാലും ഫഖദ് സഅമ, തീർച്ചയായും അവൻ വാദിക്കുന്നത് എന്താണ്? അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ റിസാലത്തിൽ, അവിടത്തേക്ക് ഏൽപ്പിക്കപ്പെട്ട ദഅവത്ത് എന്ന ഉത്തരവാദിത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നതാണ്. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. അള്ളാന്റെ റസൂൽ അവിടത്തേക്ക് ഏൽപ്പിക്കപ്പെട്ടതിൽ വഞ്ചന കാണിച്ചു എന്ന് പറയാൻ സഹോദരങ്ങളെ, എങ്ങനെയാണ് ആ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിമിന് സാധിക്കുക? എങ്ങനെയാണ് അവനത് പറയാൻ പറ്റുക? എങ്ങനെയാണ് അതിൻ്റെ കൂടെ ഒരുമിച്ച് കൂടി നിന്ന് കൊടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ആ നിലക്കൊന്നും അതുമായി ബന്ധപ്പെടാൻ നമുക്ക് പാടില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ നിലയുറപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആദ്യ ഖുത്ബയിൽ പറഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേക പുണ്യമോ പോരിശയോ കൂലിയോ പ്രത്യേക ഇബാദത്തുകളോ ഒന്നും പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ താബിഈങ്ങളോ ഈ മാസത്തിൽ പ്രത്യേകമായ ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ ഇവിടെ ഒരു പ്രത്യേകത ഇല്ല എന്ന് പഠിക്കാൻ ഏതൊരു മുസ്ലിമിനും എളുപ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടാമതൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ശനിയാഴ്ച ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാവിധ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മുക്തരാവുക എന്നതാണ്. ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും അടിമത്തത്തിൽ നിന്ന് മുക്തനാവുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് പറ്റണം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അതിനെ മുറുകെ പിടിച്ച് അത് തന്നെയാണ് ഞാൻ ജീവിതത്തിൽ പുലർത്തുകയുള്ളൂ എന്ന് ജീവിതത്തിൽ നിലപാടെടുക്കാൻ, അത് കുടുംബത്തെ പഠിപ്പിക്കാൻ, അത് കുടുംബത്തോടുകൂടി അങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ആ വിഷയത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ആ ദിവസത്തിൽ രാവിലെ 11 മണിക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു പ്രോഗ്രാം, 8ാം ക്ലാസ് മുതലുള്ള പെൺകുട്ടികളെ മാത്രം ഒരുക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം നൗറ എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് ചൊവ്വലൂർ പടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ്. നമ്മുടെ പെൺകുട്ടികളെയൊക്കെ ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കേച്ചേരിയും ചൊവ്വലൂർപ്പടിയും കൂടി ഒരുമിച്ച് നടത്തുന്ന പ്രോഗ്രാം നമ്മുടെ പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരിക്കണം. ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയും? കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു പാരന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടിയെ ഒന്ന് ഞാൻ കൊണ്ടുവരട്ടെ, ഒന്ന് കുറച്ചു നേരം സംസാരിക്കും എന്നാണ് പാരന്റിന്റെ ആവശ്യം. ഇപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പാരന്റ് പറഞ്ഞ അഫയറാണ്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മാതാപിതാക്കൾക്ക് വലിയ വേദനയോടുകൂടി ആ മാതാപിതാക്കൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, മറ്റൊരു മതസ്ഥനുമായി പ്രേമത്തിലായി, ചാറ്റിങ്ങിലായി, അത് വല്ലാതെ മനസ്സിൽ വല്ലാത്ത പ്രയാസങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി ദിനിയായി നടക്കാൻ ശ്രമിക്കുന്നൊരു കുടുംബമായതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന വേദന എത്രയായിരിക്കും?
എത്രയായിരിക്കും? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും നമ്മുടെ ഒരു പ്രൊട്ടക്ഷനൊക്കെ മതി, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ മതി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലുപരി ചില കാര്യങ്ങളൊക്കെ തുറന്ന് അറിയേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ ഉണ്ട് എന്നത് നമ്മൾ ബോധ്യപ്പെടണം. നല്ലൊരു സഹവാസത്തിൽ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്തുമ്പോൾ അവർ നല്ലവരായി മാറും. ചീത്ത സഹവാസങ്ങൾ നമ്മൾ അറിയാതെ ഉണ്ടാകുമ്പോൾ അവരറിയാതെ ചീത്തയിലേക്ക് പോകും എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പെൺകുട്ടികളെ നമ്മളായിട്ട് എന്ത് ചെയ്യണം? അവരെ ആ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നിടത്തൊരു ശ്രദ്ധ നമുക്ക് വേണം. ഇൻഷാ അല്ലാഹ് നന്നായി പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പേരെടുത്ത് പ്രാർത്ഥിക്കണം. മക്കൾ എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരെടുത്ത് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രത്യേകമായി നിങ്ങൾ ദുആ ചെയ്യണം. ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മുടെ മക്കളെ അവഗണിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ വലിയൊരു സുരക്ഷിതത്വം ഉണ്ടായിട്ട് അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാത്തൊരവസ്ഥ എത്ര ദയനീയമാണ്. ആ സുരക്ഷിതത്വം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. എതിരെ പ്രാർത്ഥിക്കുന്നിടത്ത് നമ്മൾ ഒരു ശ്രദ്ധ പുലർത്തണം. മക്കൾക്ക് എതിരെ ഒരിക്കലും മാതാപിതാക്കൾ പ്രാർത്ഥിക്കാനും പാടില്ല. അതും അല്ലാഹു കേൾക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുകയും ഒന്ന് പരിഗണിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കുകയും എല്ലാ തിന്മകളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് അകന്നു നിൽക്കാനും എല്ലാ തൗഹീദിന്റെ ആളുകളുടെ കൂടെ ചേർന്ന് നിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ആ ഹക്കിനെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്, അല്ലാഹുവിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളായി ഈമാനും ഇഖ്ലാസും അതുപോലെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഒക്കെയായി വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة، اللهم ادخلنا الجنة، اللهم ادخلنا الجنة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.